ബഹുമാന്യരായ വ്യക്തികളെ, ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാം. അതായത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യം. അതായത് അധ്യാപകരും അതേപോലെ രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അടുത്ത കാലത്ത് വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പഴയ പോലെയല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ രക്ഷിതാക്കളും അതേപോലെ തന്നെ അധ്യാപകരും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് നിലനിൽക്കുന്നത്. നമുക്കിന്ന് വികസിത രാജ്യങ്ങളിലെ ബന്ധം, അതായത് അധ്യാപകരും അതേപോലെ തന്നെ അവിടെയുള്ള രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. അതായത് പല വികസിത രാജ്യങ്ങളിലും അധ്യാപകൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ, ചിലപ്പോൾ ഒരാഴ്ച മുമ്പേ, അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ അധ്യാപകൻ്റെ കഴിവിനെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുന്നു, അത് രേഖപ്പെടുത്തുന്നു. അങ്ങനെ അധ്യാപകൻ അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ അവിടെ PTA പ്രധാന ആളുകളുമായി അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ചും അദ്ദേഹം ജോയിൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി അദ്ദേഹം ജോയിൻ ചെയ്യുന്ന ആ ദിവസം PTA വിളിച്ച് ചേർക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഴിവ് കുട്ടികളുടെ മുന്നിലും രക്ഷിതാക്കളുടെ മുന്നിലും പ്രകടിപ്പിക്കുന്നു. അതായത് വരക്കുന്ന അധ്യാപകനാണെങ്കിൽ വരച്ച് കാണിക്കുന്നു, അതേപോലെ തന്നെ പാട്ട് പാടുന്ന ആളെങ്കിൽ പാട്ട് പാടുന്ന ആൾ. അങ്ങനെ അധ്യാപകൻ തൻ്റെ എല്ലാ കഴിവും ഇവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ ഈ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു? ഈ അധ്യാപകനെ പ്രശംസിക്കുന്നു, അദ്ദേഹം ചെയ്യുന്ന ആ കാര്യത്തെക്കുറിച്ച്. അതോടുകൂടി ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത, അവിടെ ക്രിയേറ്റ് എ ബോണ്ട് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് പാരൻസ്. പാരൻസും ടീച്ചറും തമ്മിൽ നല്ലൊരു ബന്ധം സൃഷ്ടിക്കപ്പെടുന്നു. അതേപോലെ കുട്ടികളും നല്ല ശക്തമായൊരു ബന്ധമുണ്ടാകുന്നു. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ തന്നെ പല വികസിത രാജ്യങ്ങളിലുമുള്ള PTA മീറ്റിംഗ്, അതായത് അവിടങ്ങളിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം PTA മീറ്റിംഗാണ്. അതായത് PTA മീറ്റിംഗ് നടത്തുന്നതിന് മുമ്പേ അധ്യാപകരോട് അവർക്ക് ആവശ്യമുള്ള ടീച്ചിങ്സ് എയ്ഡ്സ് എന്തൊക്കെ വേണമെന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ PTA മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമുള്ള ടീച്ചിങ്സ് എയ്ഡ്സ് കൊണ്ടുവന്നാണ്. ഇത് അധ്യാപകരെ സംബന്ധിച്ച് വളരെ ഗുണപ്രദമാണ്. കാരണം അവർക്ക് ആവശ്യമുള്ള ടീച്ചിങ് എയ്ഡ്സ് ആര് നൽകുന്നു? ഈ രക്ഷിതാക്കൾ നൽകുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം, ആ PTA മീറ്റിങ്ങിൽ വെച്ച് നടക്കുന്നത് ഓരോ രക്ഷിതാവും തൻ്റെ ആ കുട്ടിക്ക് അധ്യാപകൻ പറഞ്ഞു കൊടുത്ത ആ അറിവ് അവനെ പറയുന്നു, അധ്യാപകനെ പ്രശംസിക്കുന്നു. ഇനി എന്തെങ്കിലും അധ്യാപകന് പോരായ്മയുണ്ടെങ്കിൽ രഹസ്യമായിട്ട് മാത്രമേ അദ്ദേഹത്തോട് പറയുന്നുള്ളൂ. അങ്ങനെ അവിടെ അപ്പോൾ ഈ PTA മീറ്റിംഗ് നടക്കുമ്പോഴും ശക്തമായ ബോണ്ട് ഉണ്ടാകുന്നു, ബന്ധം ഉണ്ടാകുന്നു. അതേപോലെ PTA മീറ്റിങ്ങിൽ വെച്ച് അക്കാഡമിക് കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കരമായ ചർച്ച നടത്തുന്നു. അതേപോലെ ലോക രാജ്യങ്ങളിലുള്ള വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന പുതിയ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് അവിടെ നല്ല രീതിയിലുള്ള ചർച്ച നടക്കുന്നു. ഇതുപോലെ തന്നെ അതായത് ഒരാഴ്ച എന്തൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനെന്ന കാര്യം, അതേപോലെ തന്നെ ഏത് രീതിയിൽ പഠിപ്പിക്കുന്നു എന്ന കാര്യമൊക്കെ അധ്യാപകരും അതേപോലെ തന്നെ രക്ഷിതാക്കളും തമ്മിൽ നല്ല രീതിയിലുള്ള ചർച്ച നടക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു സമൂഹത്തിൻ്റെ മാറ്റിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അധ്യാപകരാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അപ്പോൾ നമ്മുടെ നാട് ഏറ്റവും പുരോഗതിയിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല വികസനം വേണമെങ്കിൽ എന്ത് വേണം? നല്ല പ്രാപ്തിയുള്ള കഴിവുള്ള സമൂഹം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഗുണമേന്മയേറിയ വിദ്യാഭ്യാസം ലഭിച്ചാൽ മാത്രമേ നമ്മുടെ നാടിന് ഏറ്റവും നല്ലൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നടക്കുന്ന രാജ്യമാണ് ഫിൻലാൻഡ്, സ്കാൻഡിനേവിയൻ രാജ്യം. അതായത് ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള
ജനതയും ഫിൻലൻഡിൻ്റെതാണ്. അതിൻ്റെ കാരണം അവിടെയുള്ള വിദ്യാഭ്യാസ രീതിയുടെ പ്രത്യേകതയാണ്. അതായത് ഫിൻലൻഡിൽ ഏകദേശം 199 വർക്കിംഗ് ഡേ ആണുള്ളത്. ആ 199 വർക്കിംഗ് ഡേയിൽ 100 ദിവസത്തിൽ കൂടുതൽ വർക്കിംഗ് ഡേ ഫീൽഡ് ട്രിപ്പുകളാണ്. ആ ഫീൽഡ് ട്രിപ്പിന് വേണ്ട എല്ലാ സഹായങ്ങളും ആര് നൽകുന്നു? അവിടെയുള്ള രക്ഷിതാക്കൾ നൽകി വരുന്നു. നമ്മുടെ നാട്ടിലും ഇതേപോലെ തന്നെ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു? ഫീൽഡ് ട്രിപ്പിന് അധ്യാപകരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ബന്ധം, അപ്പോൾ നമ്മുടെ നാട്ടിൽ ദിവസം കഴിയുന്തോറും അധ്യാപകരും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ നാട് ഭാവിയിൽ ഏറ്റവും ശക്തമായി തീരും. കാരണം നമുക്ക് ഏറ്റവും നല്ല ഒരു തലമുറയെ ലഭിക്കും. അതിന് കാരണം ഈ നമ്മുടെ അധ്യാപകരുടെയും അതേപോലെ തന്നെ രക്ഷിതാക്കളുടെയും പ്രവർത്തനമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.